Hi friends, welcome back to Nijinas Kitchen. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രേപ്പ് ഗാർഡൻ ഉണ്ട്. ബാംഗ്ലൂർ സർജാപൂരിനടുത്തുള്ളൊരു കർമേൽ ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതിനകത്തൊരു അടുത്തൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് പോകാനുള്ള സ്റ്റോപ്പൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ മുന്നേ താമസിച്ചത് ഇതിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു സ്ഥലമായിട്ടായിരുന്നു. അപ്പം കഴിഞ്ഞ എല്ലാ വർഷവും ഒരു 10 വർഷമായിട്ട് നമ്മളിവിടെ വരാറുണ്ട്. സീസൺ ആകുമ്പോൾ 2 സീസണാണ് മെയിനായിട്ടുള്ളത്. വർഷത്തിൽ 2 പ്രാവശ്യം ഇവർ ഹാർവെസ്റ്റിംഗ് നടത്തും. അതായത് ഒന്ന് മാർച്ച് തൊട്ട് ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെയുള്ള സമയങ്ങളിൽ, പിന്നെയുള്ളത് ജൂലൈ ടു ആഗസ്റ്റ് ലാസ്റ്റ് വരെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു മാസത്തെ വ്യത്യാസം വന്നു. ഓൾറെഡി ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇവിടെ കാണാം. എന്നാലും കുറേയൊക്കെ പച്ചയായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെയാണ് നിങ്ങൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഇതാണ് നിങ്ങളിപ്പോൾ നിലത്തൊക്കെ കാണുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ വന്നപ്പോഴും അവർ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊന്നും വിട്ടില്ല. കാരണം ഈ കൊറോണ സീസണൊക്കെ ആയത് കാരണം അവർ പറഞ്ഞു പിന്നെ മാസ്കൊക്കെ ഇട്ട് വിട്ടു വരണം. സാധാരണ വരുമ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ ഫാമിലീസും ബാച്ചിലേഴ്സും എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും, വാങ്ങി. ഇവിടെ വിൽപ്പനയുണ്ട്. അപ്പോൾ വിൽപ്പന എന്ന് വെച്ചാൽ ഇവർ തൂക്കി വിൽപ്പനയാണ്. നമുക്ക് എത്ര വേണോ അവർ ചെറിയ മാർക്കറ്റിൽ നിന്നുള്ള അത്ര പൈസയൊന്നും ആവില്ല, അതിൻ്റെ പകുതി പൈസയൊക്കെ ആവും. അവർ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവർ നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോകാം. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം വന്നപ്പോൾ ജസ്റ്റ് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ വന്നത് അന്നപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തു. അപ്പോൾ ആ സമയത്ത് ഹാർവെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെടുത്ത് കൊണ്ടുപോയിക്കോ ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കവറൊക്കെ തന്നു. ഒരു 5-6 കവറൊക്കെ ആയിട്ട് ഫുള്ള് ബാഗോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. മുന്തിരി, കറുത്ത മുന്തിരിയാണ് മെയിനായിട്ട് ഇവിടെ. അപ്പോൾ അത് വീട്ടിലെത്തി നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്ത് അവരൊക്കെ കുറേ ദിവസം ജ്യൂസ് അടിച്ചും വൈനൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നാണ് പറഞ്ഞത്. നമ്മൾ ജ്യൂസ് അടിച്ചു. നല്ല ടേസ്റ്റാണിത്. ഇവിടെ ഒരു പച്ചക്ക് കാണാം, ഇതൊന്നും ആയിട്ടില്ല ശരിക്കും. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അവർ വെച്ചിരിക്കുകയാണ്. വേണ്ടുന്നവർക്ക് കൊണ്ടുപോകാം, അല്ലാത്തവർക്ക്. എന്നാലും അവിടെ നമ്മൾ കയറി വരുമ്പോൾ ഒരു വേണമെന്ന് ചോദിച്ചു. അത് തൂക്കി വിൽപ്പന ഇപ്പോഴും ഉണ്ട്. അവർ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി വരുന്നുണ്ടല്ലോ, അതിങ്ങനെ ലൂസായിട്ട് അവർ സാധാരണ ഇവിടെ കാണാൻ വരുന്നവർക്കും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഒരു ടാങ്ക് വെച്ചിരിക്കുന്നതാണ് വെള്ളത്തിൻ്റെ. ആ ടാങ്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടുന്ന വെള്ളത്തിനും കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മുന്തിരി കൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു വെള്ളം ഇതാണിത്. അപ്പോൾ അവരതൊരു പൈപ്പ് വെച്ചിട്ട് സാധാരണ കൃഷികളൊക്കെ ചെയ്യാറുള്ള പോലെ വെച്ചിരിക്കുകയാണ്. വളരെ ചെറിയൊരു സ്ഥലമാണിത്, വലിയ ഇതൊന്നുമില്ല. ഏകദേശം ഒരു 1/2 ഏക്കറോളം സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആകർഷ പറഞ്ഞു തരും. ആകർഷ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് മരം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 23 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. ഇത് ഒരു 30 ഇയേഴ്സ് വരെ ഇത് വളരും. അത് കഴിഞ്ഞാൽ നമ്മളിത് ചെത്തിക്കളയും. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം ഇത് എടുത്തു കഴിയുമ്പോൾ ഈ ബ്ലാക്ക് പാർട്ട് വിട്ടിട്ട് ഇത്രയും ഭാഗം വിട്ടിട്ട് നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ചെത്തിക്കളയും. കാരണം ഈ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടൈം വരുന്നത് ഒരു ഗ്രീൻ കളർ, ഇറ്റ്സ് യൂസ്ലെസ്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഫുൾ പുളിയായിരിക്കും അതിന്. അപ്പോൾ നമ്മളിത് ഈ ഫുൾ ഗ്രീൻ മൊത്തം ചെത്തിക്കളഞ്ഞിട്ട് ഈ ബ്രൗണിൻ്റെ ഈ വലിയ തടി മാത്രം വെക്കും. അത് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു 3 മന്ത്സിനുള്ളിൽ നമുക്ക് അടുത്ത ഹാർവെസ്റ്റിനുള്ളത് നമുക്ക് ആവും. ഓൾമോസ്റ്റ് ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ വെട്ടിക്കളയും. ഇപ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞ് നമ്മൾ പുതിയത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു കമ്പാണ് വെക്കുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ എടുക്കും ഈ കമ്പ് ഇവിടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് എടുക്കാൻ വേണ്ട കമ്പി എന്നുള്ളത്. 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ തിരിച്ച് വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഹാർവെസ്റ്റ് വരെ ചെടി എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ വെട്ടിക്കളയും. ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി. നമ്മൾ പുതിയത് വെക്കുവാണെങ്കിൽ 1 വർഷ കാലാവധി. 1 വർഷത്തിൽ എടുക്കും നമ്മൾ ഫസ്റ്റ് ഹാർവെസ്റ്റ് എടുക്കണമെങ്കിൽ. ഓൾമോസ്റ്റ് 30 ഇയേഴ്സ് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുക ഒരു തണ്ട്. ദിസ് ഇസ് ഓൾമോസ്റ്റ് 23 ഇയേഴ്സ് ആയി. ഇപ്പം അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇത്രയും തടി വെക്കത്തില്ല. ഇത്
നോർമലി നമ്മൾ ഈ ഒരു ഗ്യാപ്പും ആ ഒരു ചെടീൻ്റെ ഗ്യാപ്പിലും കൂടെ ഒരെണ്ണം കൂടെ വെക്കാറുണ്ട് സാധാരണ ഇത് വളർത്തുന്ന സമയത്ത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നു. കാരണം ഈ ഒരെണ്ണത്തിന് തന്നെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ വളം നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ വേറൊരെണ്ണം നടുക്ക് വെക്കുന്നതിന് പകരം ഒരെണ്ണത്തിൽ തന്നെ അത്രയും ഹാർവസ്റ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഗ്യാപ്പിൽ വെച്ചിരിക്കുന്നത്. അത് ഇതിന് ഒരുപാട് പോയ്സൺസ് അടിക്കാറില്ല, ജസ്റ്റ് വൺ ടൈം ഒരു ഇത് അടിക്കുന്നുള്ളൂ, അത് ഇൻസെക്ട്സ് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമുക്ക് ഹ്യൂമൻസിന് അത് കഴിക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് പോയ്സണസ്. നമുക്കിതിപ്പോൾ എടുത്താലും നമുക്ക് ജസ്റ്റ് വി ക്യാൻ ജസ്റ്റ് വൈപ്പ് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. അപ്പം നമുക്ക് ഈ കുറച്ച് ഇതൊന്ന് വാങ്ങിക്കാം ഇവരെ കയ്യിൽ നിന്ന്, എന്നിട്ട് നമുക്ക് നല്ലൊരു അറേബ്യൻ ഗ്രേപ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ ബ്രോ, എടുത്തു കഴിഞ്ഞാണോ? പറിച്ചു കഴിഞ്ഞാണോ? ഇതിൻ്റെ പേര് ഇത് കാരലിൻ. അപ്പം മുന്തിരി ജ്യൂസ് എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തന്നു. അത് നമുക്ക് സ്കാഷാക്കി വെക്കാവുന്നതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് പറ. ഇവിടെ 2 ബാഗ് മുന്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പെട്ടെന്ന് തന്നെ അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോളം വരുന്ന മുന്തിരി കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ച ശേഷം നല്ലവണ്ണം 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ഗ്രേപ്സ് ആണ്, എന്നാലും നമ്മളൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഏകദേശം 1.5 കപ്പോളം വരുന്ന പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഈ മുന്തിരിക്ക് കുറച്ച് പുളി കൂടുതലാണ്, അതുകൊണ്ട് ഇത്ര തന്നെ പഞ്ചസാര ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇട്ട മുന്തിരിനേക്കാളും മുകളിൽ നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അധിക സമയം നമ്മൾ തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഈ മുന്തിരി തോലിൽ നിന്നൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വേവിച്ചാൽ മതി. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് കണ്ടോ, ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പൾപ്പൊക്കെ പുറത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് കുറച്ച് തണുത്ത് വരണം. അപ്പോൾ പെട്ടെന്ന് ഇവിടെ കിടന്നാൽ ഇതൊന്ന് നല്ലവണ്ണം ഇത് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രേപ്സ് മാത്രം ഈ വെള്ളത്തിൽ നിന്നും ഒരു അരിപ്പയോ മറ്റോ വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇവിടെ ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഓരോ മുന്തിരിയായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഗ്രേപ്പ് ജ്യൂസിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒരു പൾപ്പ്, നമ്മൾ കഴിക്കുമ്പോൾ ഒരു പൾപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പൾപ്പ് മാത്രം മാറ്റിയെടുത്താൽ മതി. ഇത് എല്ലാം ഒന്നും ഇങ്ങനെ പൾപ്പ് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുത്തിട്ട് തന്നെ മാറ്റി കൊടുക്കാം. പിന്നെ കയ്യിൽ കിട്ടുന്ന ഗ്രേപ്സിൻ്റെ ഇതനുസരിച്ചും ഇരിക്കും. ഇതൊക്കെ നല്ല സോഫ്റ്റ് ഗ്രേപ്സ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോയി.
അപ്പോൾ ഞാനിവിടെ ഇതേപോലെ എല്ലാം തന്നെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ചൊന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഗ്രേപ്സ് തിളപ്പിച്ച് അതേ പാത്രം തന്നെ എടുത്തിട്ട് നമുക്ക് ഇത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പൊട്ടറ്റോ മാഷറോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് ഉടച്ചെടുക്കണം. അതിൻ്റെ എല്ലാ തൊലിയിലുള്ള ജ്യൂസും അതിൻ്റെ എല്ലാ അംശങ്ങളും പുറത്ത് വരത്തക്കവണ്ണം, പിന്നെ അതിൽ കൂടെ കുറച്ച് പൾപ്പും കൂടി ബാക്കിയുണ്ടാകും, എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞ് വരത്തക്കവണ്ണം നല്ലപോലെ ഇതുപോലെ മാഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മിക്സിയിലിട്ട് അരക്കൊന്നും ചെയ്യരുത്. മിക്സിയിലിട്ട് അരക്കുമ്പോൾ ഈ കുരുവൊക്കെ അരഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അത് മാത്രമല്ല, ഈ കുരുവൊക്കെ അരച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഈ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുമ്പം ഈ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒരു ചൊറിച്ചിലൊക്കെ നീറ്റിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ ജ്യൂസ് മാത്രം അരിച്ചെടുക്കണം. എന്നിട്ട് ഈ മുന്തിരിയുടെ തൊലിയും മറ്റു കുരുവും ഒക്കെ നമുക്കിതൊന്ന് കളയണം. അതിനായിട്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇത് വെച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതൊരു തിക്ക് ജ്യൂസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഗ്രേപ്സ് തിളപ്പിച്ചപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം കൂടി നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു തവിയിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രേപ്സ് തിളപ്പിച്ച് തണിച്ചെടുത്ത വെള്ളമാണിത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിങ്ങൾ കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എല്ലാം നല്ലതുപോലെ അരിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ തൊലി മാത്രമേ ബാക്കിയുള്ളൂ, തൊലിയും കുരും മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിത് കളയാം. ഇപ്പം നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇത് ഏകദേശം 1-2 മാസത്തോളം കേടുകൂടാതെ തന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഫ്രിഡ്ജിന് ഡോറിലൊന്നും സൂക്ഷിക്കരുത്. ചില്ലർ ട്രേൻ്റെ അടിയിൽ വരുന്ന അവിടെ അങ്ങ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറേ കാലം സൂക്ഷിക്കും. അപ്പം നമ്മൾ ഇവിടെ ഈ നേരത്തെ മാറ്റി വെച്ച പൾപ്പിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ജ്യൂസ് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിത് സെർവ് ചെയ്യുമ്പോൾ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് തന്നെ സെർവ് ചെയ്യുക. നല്ലൊരു തണുപ്പോട് കൂടി കഴിക്കാനാണ് ഇത് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നല്ല മുന്തിരിയുടെ പുളിയും മധുരവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു ഗ്രേപ്പ് ജ്യൂസാണിത്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഗ്രേപ്പ് ജ്യൂസിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ഗ്രേപ്പ് ജ്യൂസാണിത്. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്കതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ നേരത്തെ കുരുവൊക്കെ മാറ്റി വെച്ച പൾപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്കറിയാം. ഹായ്, ഇപ്പോൾ നമ്മൾ ഗ്രേപ്പ് ഗാർഡനിൽ പോയിട്ട് ഗ്രേപ്പൊക്കെ പറിച്ച് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് പിന്നെ അറേബ്യൻ ഗ്രേപ്പ് പൾപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല മധുരമൊക്കെ ഇട്ട് നല്ല തണുത്ത സംഭവമാണിത്. തണുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടും. മുന്തിരി പൊളിക്കുന്നതാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയപ്പം അവർ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ ആദ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവർ ഓക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കിട്ടിയ മുന്തിരിയാണിത്. അപ്പോൾ ആ മുന്തിരി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. നല്ല പുളിപ്പുണ്ട്. പുളിപ്പിൻ്റെ കൂടെ നല്ലോണം പഞ്ചസാരയൊക്കെ ഇട്ടത് കൊണ്ട് നല്ല മധുരം കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ പുളിപ്പ് അങ്ങനെ ശരിക്കും അറിയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പുണ്ടല്ലോ, പൾപ്പ് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുന്തിരിയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതാണ്. ഫ്രഷ് ഗ്രേപ്പാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ട്രൈ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ വേറെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, മറ്റേ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഹായ്, ഇപ്പം നമ്മൾ ഗ്രേപ്പ് ഗാർഡൻ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്ത് നാടാ പപ്പുച്ചേ. പിന്നെ പുതിയൊരു ഇവനോട് ചിരിക്കണ്ടെന്ന് പറ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, മിണ്ടിപ്പോറ്. നമ്മൾ തന്നെയല്ല, ഗ്രേപ്പ് ഗാർഡനിൽ പോയിട്ട് നമ്മൾ വരച്ചെടുത്ത് ഗ്രേപ്പ് ഗാർഡൻ. അപ്പം നമ്മൾ അല്ല ഗ്രേപ്പ് ഗാർഡനിൽ പോയിട്ട് നമ്മൾ തന്നെ പോയിട്ട് അല്ല പിന്നെ ആരെങ്കിലും പോയിട്ട് ഒരു മിനിറ്റ്